അമ്മി ചെറിയൊരു കൗണ്ടർ ടോപ്പ് അമ്മിയാണ്. കൗണ്ടർ ടോപ്പ് അമ്മി നമ്മുടെ ഒരു കൈപ്പത്തി 2 കൈപ്പത്തിയുടെ വലിപ്പമൊക്കെ ഉള്ളൂ. ചെറിയൊരു അമ്മിക്കുഴയും മിന്നുവിൻ്റെ കൈപ്പത്തി 2 കൈയുടെ അളവാണുള്ളതെന്ന് മിന്നു കാണിക്കുന്നു. എൻ്റെ ചെറിയൊരു അമ്മിക്കുഴ. അതുകൊണ്ട് അമ്മിയിൽ അരച്ച് ചമ്മന്തിയൊക്കെ എന്ന് അരച്ച് തീർക്കാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നു. അമ്മിയിലരച്ച് കാലുമായിട്ടിട്ടുണ്ടെങ്കിൽ കാല് പോയി എന്നറിയാം. കാലിട്ടുണ്ടെങ്കിൽ കാല് പോയി, കാലൊടിഞ്ഞു പോവും. അപ്പോൾ കാലും ഇടരുതെന്ന് ഞാൻ ഓൾറെഡി പണ്ടുണ്ടായിരുന്നു. അതാണ് മിന്നു അങ്ങനെ പറയുന്നത്. ഓക്കെ, മാങ്ങ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങ, മുളക്, ചുവന്നുള്ളി, ഇഞ്ചി, തേങ്ങ. ഞങ്ങൾ എടുത്ത മാങ്ങ പഴുത്തുള്ള മാങ്ങയാണ്. അമ്മ വേറെ എടുത്ത്, അപ്പോൾ എനിക്കൊരു ഫുൾ മാങ്ങ കിട്ടി. അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ക്ലീനാക്കി എടുത്തു. ഇനി നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം. അമ്മിമ്മ അരച്ച് ശീലമൊന്നുമില്ല. ചെറുപ്പത്തിൽ മൈലാഞ്ചിയൊക്കെ അരയ്ക്കാൻ വേണ്ടി മാത്രമാണ് അമ്മി എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ അമ്മിയിൽ അരച്ച ചമ്മന്തിയൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ വിദേശത്ത് പോകുമ്പോൾ നമുക്ക് നാടൻ സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ, ഭയങ്കര കൊതിയായിരിക്കും. അപ്പോൾ അമ്മിയും അരച്ച ഒരു ചമ്മന്തി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഇവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇവർക്കൊന്നും ഇതൊന്നും അറിയില്ലല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും. പിന്നെ അറിയോ നിനക്ക് ടേസ്റ്റ് അറിയാം അമ്മീൻ വരച്ച ചമ്മന്തിയുടെ ടേസ്റ്റ്? അപ്പൊ ഇന്ന് കാണാം നമുക്ക്. ഓക്കെ, പപ്പ ചോദിച്ചിട്ട് മാത്രമാണ് ഇത് സ്പെഷ്യലി ഉണ്ടാക്കണേ. അടിപൊളി. അതാണ് അമ്മിയിൽ അരച്ച ചമ്മന്തിയുടെ ടേസ്റ്റ്. ബിന്നുവിനും കൊടുക്കട്ടെ ഒരെണ്ണം. എന്നിട്ട് അടുത്ത ഓറിൽ നമുക്ക് ബിന്നുവിന് കൊടുക്കട്ടോ. ഉരുള ഉരുട്ടട്ടെ. അമ്മയുടെ കൈയുടെ രുചി അതിൽ ചേർക്കട്ടെ. അമ്മിയുടെയും ചമ്മന്തിയുടെയും അമ്മയുടെ കയ്യിലെ രുചിയൊക്കെ ചേർത്തിട്ട് കഴിക്കണം. എങ്ങനെയുണ്ട് അമ്മിയിൽ അരച്ച ചമ്മന്തിയുടെ ടേസ്റ്റ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സൂപ്പർ അടിക്കും. മമ്മിക്ക് മമ്മിക്ക് സൂപ്പറാണോ 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 പറഞ്ഞേ? സൂപ്പർ രവി, സൂപ്പർ. അങ്ങനെ സക്സസ്. സിക്സ് അല്ലടി, സിക്സ് അല്ലടി.